എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ട് തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാ, എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കി കാണിക്കാം. പലരും പലവിധം ഉണ്ടാക്കുന്നത്. ഇത് ഒരു 3 ബീട്രൂട്ട് കൊത്തിയരിഞ്ഞ് വെച്ചേക്കുന്നത്. കൊത്തിയരിഞ്ഞ് ഇപ്പം മിക്സിക്കകത്ത് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഒന്ന് രണ്ടടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കൊത്തരിയിൽ ചോപ്പർ വെച്ച് നമുക്ക് അരച്ചെടുക്കാം. അത് എന്തുവാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഒരു അരമുറി തേങ്ങ ഞാൻ വെളുത്തുള്ളി, ഒരു പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ച് വെച്ചേക്കുന്ന. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്. പിന്നെ മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കടുക് വറക്കാൻ കടുക്, എണ്ണ, ഇതുണ്ട് നമ്മുടെ ഉണക്കലരി അരി, നമ്മൾ വെക്കുന്ന പിന്നെ പുഴുക്കലരി. പച്ചരി ഇടരുത്, വേറെ ഏത് നമ്മൾ വെക്കുന്ന ഏതരി വേണേലും യൂസ് ചെയ്യാം. പിന്നെ കറിവേപ്പില. ഇത്രയാണ് സാധനങ്ങൾ. പിന്നെ ഉപ്പ്. നമ്മുടെ ചീനച്ചട്ടി ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില, അതുകൊണ്ട് സൺഫ്ലവറോ എന്താ വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചേർക്കുക. നമുക്ക് എണ്ണ ചൂടായി, നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടട്ടെ. നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരിയും കൊടുത്ത് മൂത്തോട്ടെ. ഉണക്കമുളക്, കറിവേപ്പില, നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കുക. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഈ ബീട്രൂട്ടിന് ചെറുതായിട്ടൊരു ഉപ്പ് രസവും ഒരു മധുരവും ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കതനുസരിച്ച് വേണം ഉപ്പിടാൻ. നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ ഒരു പച്ചമുളക് ചതച്ചിട്ടുള്ളൂ, അപ്പം ഞാൻ ലേശം മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഒരല്പം കാര്യം, ഇതിന് ജലാംശം കൂടുതലുള്ളതാണ്, അതുകൊണ്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒത്തിരി കെട്ടിക്കിടക്കും. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കാം. നമുക്ക് ഈ സവാള കൂടെ അങ്ങോട്ടിടാം. ഒരുപാട് എണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സവാള കടുക് വറുത്ത് കഴിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുന്നുള്ളത് തന്നെയല്ല, വഴരേണ്ട കാര്യമില്ല. ഇതിനകത്ത് കിടന്ന് വെന്തോട്ടെന്ന് കണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ കിടന്ന് വെന്തോ ഇതിൻ്റെ മേളിലോട്ട് അരപ്പ് ഇട്ട് കൊടുത്ത് ആ ചെറുതീയിൽ കിടന്ന് ഇതൊന്ന് വെന്ത്
നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഴമയ കൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് വലിയണം. ചിലർക്ക് തോരൻ നന്നായിട്ട് തോർന്നിരിക്കണം, ചിലർക്ക് നന്നായിട്ട് തോരണ്ട. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡ്രൈ ചെയ്തെടുക്കുക. ഇത് ഇച്ചിരി കൂടെ ഒന്ന് തോർന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ തോരൻ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.